നടന്ന കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. പടത്തെക്കുറിച്ച് വലിയ ലാഭമൊന്നുമില്ല, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. നല്ല അഭിനയമാണ് രണ്ടുപേരും. കൊള്ളാം, പടം നല്ല സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. അഭിനയൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. സാധാരണ ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. സൂപ്പർ പടം, അടിപൊളി, സൂപ്പറാണ് സൂപ്പറാണ് സൂപ്പർ പടം, നല്ല പടം, നല്ല സൂപ്പർ പടം. ഇഷ്ടപ്പെട്ട നല്ല ഫാമിലി ഒരു പിക്ചറാണ് കേട്ടോ. നന്നായിട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു നല്ല പിക്ചറാണ്. ഓക്കെ, നല്ല കോമ്പിനേഷൻ അവരുടെ. കണ്ടുകൊണ്ടിരിക്കുക ഉള്ളൂ. പിന്നെ അതിലൊരു ഹസ്ബൻഡും വൈഫും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ അതൊരു സമൂഹത്തിനൊരു വലിയൊരു മോഡൽ. അഭിനയം എല്ലാം കൊള്ളാം, സുരാജ് എല്ലാം കൊള്ളാം, നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫാമിലിയായിട്ട് അടുത്ത് അറ്റാച്ച് ആയി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാവരുടെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, കൊള്ളാം സിനിമ. അപ്പം ഈ പടം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സദാചാര കണ്ണുകളോടെ കാണുന്നവർക്കുള്ള ഒരു എതിരായിട്ടുള്ളൊരു ഇതാണ് കൊടുക്കുന്നത്, തീമാണ് കൊടുക്കുന്നത്. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെ. പെർഫോമൻസ്, സുരാജിന്റെ പെർഫോമൻസ് കിട്ടില്ല, അതിൽ ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ ബിജു മേനോന് ഒരു കേക്കവാൾക്ക് റോളാണ്, പക്ഷെ ബിജു മേനോൻ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കി എല്ലാവരും നല്ല പടം അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ സിനിമയിൽ നമുക്ക് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് എന്ന് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് പാവപ്പെട്ടവൻ്റെ കുടുംബത്തിലും പണക്കാരൻ്റെ കുടുംബത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. ബിജു മേനോനെ കിട്ടിയ വേഷം എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് ഏട്ടൻ അത്യാവശ്യം കുഴപ്പമില്ല. സുരാജ് ഏട്ടൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വന്നിട്ടുള്ളത്. പുള്ളിയുടെ നമ്മുടെ തിരുവനന്തപുരത്തെ അണ്ണൻ്റെ ആ ഒരു സ്ലാങ് ഒക്കെ മാറ്റിയിട്ട് എന്താണോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിട്ടൊക്കെ പുള്ളി വന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബിജു മേനോന് ഒരു അക്ഷരം പറയാനില്ല. ബിജു മേനോൻ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത സംഭവം. ഇത് നല്ലൊരു മെസ്സേജ്, ഇത് എല്ലാവരും കാണണം. എല്ലാവരും കണ്ട ഇത് നടന്ന സംഭവം എന്നുള്ള ഒരു പേര് ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അത്യാവശ്യം എല്ലാവരും വന്ന് കാണണം.